പ്രിയപ്പെട്ട പഠിതാക്കളെ, പ്രേക്ഷകരെ നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ 47ാമത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. സത്യം പറഞ്ഞത് 47ാമത്തെ ക്ലാസ് ആയിരുന്നില്ല, 46ാം ക്ലാസ്സിൻ്റെ അവസാന ഭാഗമായിരുന്നു. ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 1.25 മണിക്കൂർ നീളമുണ്ട് വീഡിയോവിന്. അപ്പോൾ യൂട്യൂബിൽ അത്ര വലിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യൂസും തീരെ കിട്ടാൻ സാധ്യതയില്ല. മാത്രമല്ല അത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ പകുതി ഭാഗം നമ്മൾ 46ാമത്തെ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഈ ക്ലാസ്. അപ്പോൾ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് നേരിട്ട് കിടക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് എവിടെയാ വെച്ചാണ് അവസാനിപ്പിച്ച എന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. മനസ്സിലായല്ലോ? ഇനി ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുക. അത് നോക്കുക, ഈ സാധനം ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോയുടെ ഒരു മൂത്ത കുരു ആകുന്നു. ഈ സാധനത്തെ വിശദീകരിക്കുന്നത് എന്തായിട്ട് വിശദീകരിക്കുന്നത്? ഇത്രയും വിഷയം, ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോയുടെ ഒരു മൂത്ത കുരു എന്നുള്ളതാണ് അതിൻ്റെ ഈ സാധനത്തിന്റെ വിശദീകരണം. അപ്പൊ നമുക്ക് മൂന്നായി കട്ട് ചെയ്യാന്. ഏതാ ഈ സാധനം? ഒന്ന്, പിന്നെ ആകുന്നു കഴിഞ്ഞാൽ പിന്നെ വരിക ഏതാണ്? മൂന്നാമത്തെ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോ ഒരു മൂത്ത കുരു. ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോയുടെ ഒരു മൂത്ത കുരു എന്നുള്ള മേജർ നട്ട് ഓഫ് ഇമ്പോർട്ടഡ് അവക്കാഡോ എന്നുള്ളതാണ്. ഇതിൽ ഈ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഇമ്പോർട്ടഡ് ഉണ്ടല്ലോ, ഈ ഇമ്പോർട്ടഡ്, ആ ഇമ്പോർട്ടഡിന് പ്രത്യേകത ഉണ്ട്. എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട? ആഫ്രിക്കയിൽ നിന്ന്. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട എന്നുള്ള വിശേഷണം വരുമ്പോൾ ഇമ്പോർട്ടഡ് എന്ന അഡ്ജക്റ്റീവിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചുള്ള ഇമ്പോർട്ടഡ്, ആ ഇമ്പോർട്ടഡ് എന്നൊരു വിശേഷണം കൊണ്ട് ആഫ്രിക്കയിൽ നിന്ന്, അത് ഫ്രം ആഫ്രിക്ക. അതായത് അപ്പൊ ഇങ്ങനെ വരും, ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട. ഇനി വരിക ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക, ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ആ സ്ഥലമല്ല. അപ്പൊ ഒരു അഡ്വർബല്ല. അപ്പൊ ഇമ്പോർട്ടഡിന്റെ ഒരു അഡ്വർബ് പോലെ വരുന്നത് അത് ഇമ്പോർട്ടന്റ് വിശേഷണമാണ്. അത് എവിടെ വരും? അതിന് ശേഷം ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എവിടേക്ക് പോവും? ഒരു അഡ്ജക്റ്റീവിനെ വീണ്ടും ഒരു അഡ്വർബ് കൊണ്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾ വിശേഷിപ്പിടുന്ന ഇതിന്റെ പുറകിലേക്ക് വരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇമ്പോർട്ടഡ് അവക്കാഡോ. പക്ഷെ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട എന്ന് പറയുമ്പോൾ ഇറക്കുമതി ചെയ്യപ്പെട്ട എന്ന വാക്കിനൊരു വിശേഷണം വരുന്നത് ഇതിന്റെ വിശേഷണമാണ് എന്നതിനാൽ ഇത് അവക്കാഡോയുടെ ശേഷം വരിക. അപ്പൊ എങ്ങനെ വരുന്നറിയോ? ഇത് രണ്ടും നട്ടിന്റെ മുമ്പിൽ തന്നെ വരും. എ മേജർ നട്ട് ഓഫ് ഇമ്പോർട്ടഡ് അവക്കാഡോ എന്നതിന് ശേഷം അവക്കാഡോ ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക എന്നാവും. മനസ്സിലായോ? എ മേജർ നട്ട് ഓഫ് അവക്കാഡോ ഇമ്പോർട്ടഡ് ഫ്രം എവിടെ? ഫ്രം ആഫ്രിക്ക. അത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല എന്ന് ശരിക്കും പഠിച്ചവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതായത് ക്ലാസ്സുകൾ നിങ്ങൾ കാണും. അപ്പൊ ഞാൻ അത് എഴുതാം. ഇതിന്റെ വിശേഷണങ്ങളുണ്ട്. ഇമ്പോർട്ട് ഇപ്പുറത്തേക്ക് വരും. അവക്കാഡോ ഇമ്പോർട്ടഡ്, അവക്കാഡോ ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക. അവക്കാഡോന്റെ വിശേഷണമാണ് എന്ത്? ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട. അപ്പൊ അവക്കാഡോവിന്റെ ബാക്കിൽ ആ വിശേഷണം വരും. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോവിന്റെ ഒരു മേജർ നട്ട് ഓഫ് അവക്കാഡോ. ആ അവക്കാഡോ വിശേഷണമാണ് ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക എന്നങ്ങനെ വരും കേട്ടോ. അപ്പൊ അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ എഴുതി കാണിക്കാം. ഇതിന്റെ ട്രാൻസ്ലേഷൻ: ദിസ് തിങ് ഈസ് മേജർ നട്ട് ഓഫ് അവക്കാഡോ
ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോവിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള നട്ട് ആകുന്നു ഈ സാധനം. മനസ്സിലായി? അല്ലെങ്കിൽ ഈ സാധനം ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട അവക്കാഡോവിൻ്റെ ഒരു മേജർ നട്ട് ആകുന്നു. മനസ്സിലായല്ലോ? ഇനി ഇത് കുറെ എഴുതി പഠിച്ച് നിങ്ങൾ ഉറപ്പിക്കണം. ഇത് കുറെ ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ ഇവിടെ ഇമ്പോർട്ടഡ് നമ്മളിതിൽ കണ്ടത് പ്രസന്റ് അല്ല പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ സാധാരണ ഇതും വരാം. സാധാരണ അഡ്ജക്റ്റീവും ഇങ്ങനെ വിശേഷണം വരുമ്പോൾ ബാക്കിൽ തന്നെ വെക്കുക. അതുപോലെ ING ഫോം അങ്ങനെ തന്നെ വെക്കുക. വേണമെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നാൽ അതും കൂടി കാണിച്ചു തന്നിട്ട് വേറെ എടുക്കാം. ഓക്കെ, നമുക്കത് നോക്കാം. ബുർക്കിന ഫാസോ ഒരു സമ്പന്നമായ രാജ്യമാകുന്നു, അല്ലെങ്കിൽ ആണ്, രണ്ടും പറയാം. അത് നമുക്കറിയാം. ബുർക്കിന ഫാസോ ഒരു രാജ്യത്തിൻ്റെ പേരാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതാണ് സബ്വിഷയം. അതുകൊണ്ട് ആ വിഷയം വരുന്ന നൗണായിരിക്കണം സബ്ജക്റ്റ്. അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് ബുർക്കിന ഫാസോ. ഇനി ഇത്തരം ഇതിലെന്തരം ആകുന്നു അല്ലെങ്കിൽ ആണ്, അതിൻ്റെ ബിയുടെ ഫോം. ഇത് പ്രസന്റ് ടെൻസ് ആയ കാരണം ഏകവചനം കൂടിയാണ്. അതുകൊണ്ട് എവിടെ വയ്ക്കണം? ഈസ് വയ്ക്കണം. ആകുന്നു അല്ലെ ഈസ്. ആണെങ്കിൽ ഏം വയ്ക്കുക, ബഹുവചനാണെങ്കിൽ ആറ് വയ്ക്കുക. ഇവിടെ പ്രസന്റ് ടെൻസ് ആണ്, അത് സിംഗുലറാണ്. അതുകൊണ്ട് ഇത് വയ്ക്കുന്നു, ഈസ് വെച്ചു. ആകുന്നു അർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ബർക്കിന ഫാസോ ഈസ് ഒരു സമ്പന്നമായ രാജ്യമാണ്. അതിന് രണ്ട് വിശേഷണം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഒരു നൗൺ ഫ്രേസ് ആണ്. അത് ഒറ്റ വാക്കാന് മുമ്പിൽ വെച്ച് തന്നെ പറയാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എ റിച്ച് കൺട്രി, അത് തർക്കമൊന്നുമില്ല അല്ലേ? പക്ഷെ ഈ റിച്ചിനൊരു വിശേഷണം ഉണ്ട്. സ്വർണത്തിൽ സമ്പന്നമായ എന്ന് പറയുമ്പോൾ എങ്ങനെ വയ്ക്കുക? സ്വർണം ഗോൾഡ്, സ്വർണത്തിൽ ഇൻ ഗോൾഡ്, സ്വർണത്തിൽ സമ്പന്നമായ. ആ സമ്പന്നമായതിന് വിശേഷണം എങ്ങനെ ബാക്കിൽ വയ്ക്കണം? റിച്ച് ഇൻ ഗോൾഡ്. അപ്പോൾ ഇവിടെ റിച്ച് ഇൻ ഗോൾഡ് കൺട്രി എന്ന് പറയാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയുന്നറിയോ? ഇങ്ങനെയാണ് പറയുക. അപ്പൊ റിച്ചിന്റെ വിശേഷണം ഉള്ളത് കൊണ്ട് റിച്ച് ഇൻ ഗോൾഡ് എന്ന് വരുമ്പോ ഈ നൗണിന്റെ മുമ്പിൽ വെക്കേണ്ട റിച്ച് ബാക്കിലായിട്ട് വരും. കാരണം ഈ റിച്ചിന് ഇൻ ഗോൾഡ് എന്ന ഒരു വിശേഷണം ഉള്ളത് കൊണ്ട്. അപ്പൊ എങ്ങനെ പറയാ? ബുർക്കിന ഫാസോ ഈസ് എ കൺട്രി റിച്ച് ഇൻ ഗോൾഡ്. അപ്പം നമ്മൾ അങ്ങനെ അർത്ഥം എടുക്കുക? സ്വർണത്തിൽ സമ്പന്നമായ എന്നത് കൺട്രിയുടെ വിശേഷണം തന്നെയാണ്. ഈ റിച്ചിനൊരു വിശേഷണം ഉള്ളത് കൊണ്ട് ബാക്കിലേക്ക് പോയത് മാത്രം. അപ്പൊ നമ്മൾ ഇതിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടും പിന്നിലുള്ള വിശേഷണം പറഞ്ഞു തുടങ്ങിയിട്ടാണ് മലയാളത്തിൽ അർത്ഥം എടുക്കുക. സ്വർണത്തിൽ സമ്പന്നമായ ഒരു രാജ്യം. കണ്ട, സ്വർണത്തിൽ സമ്പന്നമായ, പിന്നെ ഈ വിശേഷണം പറഞ്ഞ ഒരു രാജ്യം. ബുർക്കിന ഫാസോ ഈസ് എ കൺട്രി റിച്ച് ഇൻ. ഇതുപോലെ തന്നെയാണ് ഇതില് നമ്മൾ നേരത്തെ ആദ്യം കണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ സാധാരണ അഡ്ജക്റ്റീവ് കണ്ടു. ഇനി ING ഫോമുകൾ നോക്കാം. ആ വെള്ളം തുരങ്കത്തിൽ വരുന്ന വെള്ളമാണ്. ആ വെള്ളത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന് അത് വെള്ളമാണ്, അത് വെള്ളം തന്നെയാണ്. പക്ഷെ ആ വെള്ളത്തിന് വിശേഷണം എന്താണ്? തുരങ്കത്തിലൂടെ വരുന്ന വെള്ളം. അപ്പൊ അതിന്റെ 3 ഭാഗം ഏതാണ്? തുരങ്കത്തിലൂടെ വരുന്ന വെള്ളം. ഇത്രയും അതാണ്. തുരങ്കത്തിലൂടെ വരുന്ന വെള്ളം കമ്മിങ് വാട്ടർ അല്ല എന്ന് പഴുതിയാൽ മതി. പക്ഷെ തുരങ്കത്തിലൂടെ വരുന്നതിനുള്ള വിശേഷമാണ്. തുരങ്കത്തിലൂടെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ തുരങ്കത്തിലൂടെ എന്നുള്ള ഇംഗ്ലീഷ് എന്താ? ത്രൂ ടണൽ. അപ്പൊ തുരങ്കത്തിലൂടെ. അപ്പൊ അതുകൊണ്ട് ഇതിന് വിശേഷിപ്പിക്കും വരുന്ന, കമ്മിങ്. അപ്പൊ കമ്മിങ് ത്രൂ ടണൽ എന്നാവും. അപ്പൊ ഈ വരുന്ന എന്നതിന് വിശേഷണം ഇത് അഡ്വർബ്, അതായത് എങ്ങനെ പ്രിപ്പോസിഷനുള്ള ഒരു അഡ്വർബിയൽ ആയിട്ടുള്ള വിശേഷണമായതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കിലാണ് വെക്കുക എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അതൊക്കെ പോയി പഠിക്കുക. അപ്പോ
അങ്ങനെ വരുമ്പോ ഇത് അതിന്റെ ബാക്കിലാണ് വരിക. വാട്ടറിന്റെ വിശേഷണമാണ് ഈ വാട്ടറിന്റെ വിശേഷമാണ് വരുന്ന ഈ വാട്ടറിന്റെ വിശേഷണമാണ് വരുന്നതിന് വേറൊരു വിശേഷണം ഉള്ളത് കൊണ്ട് അത് ബാക്കിലേക്ക് വരുന്നു മാത്രം. അപ്പൊ ദ വാട്ടർ ഈസ്, ആ വെള്ളം ഈസ് ദ വാട്ടർ കമ്മിങ് ത്രൂ ദ ടണൽ. കണ്ടോ, ത്രൂ ദ ടണൽ, ടണലിലൂടെ, ഇതിന്റെ വിശേഷണമാണത്, ടണലിലൂടെ വരുന്ന വെള്ളം. അത് ടണലിലൂടെ വരുന്ന വെള്ളം കണ്ടോ, അതാകുന്നു എന്ത്, ടണലിലൂടെ വരുന്ന വെള്ളം. അത് ടണലിലൂടെ വരുന്ന വെള്ളമാകുന്നു നല്ല മലയാളത്തിൽ പറയും. ഇതിന്റെ ട്രാൻസ്ലേഷൻ കണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, ഒരു നാമത്തിനെ മറ്റൊരു നാമം കൊണ്ട് വിശദീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നാമം മറ്റൊരു നാമാണെന്ന് വിശദീകരിക്കുക. എന്നാൽ ചിലപ്പോൾ ഒരു നാമത്തിന്റെ വിശേഷതകൾ അഥവാ പ്രത്യേകതകൾ വിശദീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതായത് വിശേഷണങ്ങൾ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ നോക്കുക, ഒരു താമര പ്രത്യേകത ഭംഗിയുണ്ട് എന്നുള്ളത് അതിനൊരു വിശേഷതയാണ്. ആ ഭംഗിയുള്ള എന്നുള്ളത് അതിൻ്റെ ഒരു വിശേഷതയാണ്. അതുകൊണ്ട് താമര ഭംഗിയുള്ളതാണ് എന്ന് വിശദീകരിക്കും. അല്ലെങ്കിൽ നിറം വിശദീകരിക്കും. താമര ചുവന്നതാണ് എന്ന് വിശദീകരിക്കും. അങ്ങനെ വരുമ്പോൾ അഡ്ജക്റ്റീവ് ആണ്, അതിന്റെ ഗുണമാണ് വിശദീകരിക്കുന്നത്, വിശേഷതയാണ് വിശദീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് നൗൺ ഫ്രേസ്, പിന്നെ ബിയുടെ ഫോം, അത് കഴിഞ്ഞ് ഒരു നൗണിന് തുല്യമായ പദം. ഇവിടെ ഇങ്ങനത്തെ വരുന്ന സെറ്റിൽ വരുന്ന വാചകങ്ങൾക്ക് വരിക നൗണ്, പിന്നെ ബിയുടെ ഫോം ക്രിയ, അതായത് ഈസോ ആമോ ആറോ അല്ലെങ്കിൽ വാസോ വേറോ ഏതെങ്കിലും ഒന്ന്. അത് കഴിഞ്ഞിട്ട് വിശദീകരണമായിട്ട് ഒരു അഡ്ജക്റ്റീവ്, ഒരു നാമാവിശേഷണം. മനസ്സിലായ? നേരത്തെ നൗണാണെങ്കിൽ ഇപ്പൊ പറയുന്നത് നാമാവിശേഷണം അഥവാ അഡ്ജക്റ്റീവ് ആകാം. അതേപോലെ വേണമെങ്കിൽ അഡ്വർബും ആകാം. അപ്പൊ അതാണ് പഠിക്കാൻ പോണത്. അതിൽ നമുക്ക് ഇതിന്റെ ഇപ്പൊ താമര ഭംഗിയുള്ളതാണ്. അപ്പൊ താമര ഭംഗിയുള്ളത് ആണ് മലയാളത്തിൽ ഇല്ലാത്തൊരു തരം വാചക പ്രയോഗമാണത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താമര ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ ഭംഗിയുള്ളതാകുന്നു. അതിന് ഇംഗ്ലീഷിൽ ലോട്ടസ് ആദ്യം വയ്ക്കുക. ലോട്ടസിനെ കുറിച്ചല്ലേ പറയുന്നത്. പിന്നെ എന്ത് വയ്ക്കണം, ബിയുടെ ഫോം ഈസ് ആകുന്നു. ഭംഗിയുള്ളത് എന്നാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയുക. അതിന് ഇംഗ്ലീഷില് ബ്യൂട്ടിഫുൾ. ഭംഗിയുള്ളത് എന്നില്ല ശരിക്ക്, ബ്യൂട്ടിഫുൾ. ഭംഗിയുള്ള എന്നുള്ളോ, ബ്യൂട്ടിഫുൾ അത് ഭംഗിയുള്ളത് എന്നില്ല എങ്കിലും ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മള് ലോട്ടസ് ഭംഗിയുള്ളത് എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവിനെ നാമാക്കി പറയണം. ഭംഗിയുള്ളത് എന്ന് പറയുമ്പോൾ അത് നൗണാണ്, നൗണാക്കി പറയണം. പക്ഷെ ഇംഗ്ലീഷില് ഇങ്ങനെ പറയും, ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ മതി. അതിനുള്ള തർജ്ജമ ചെയ്താൽ മതി, അഡ്ജക്റ്റീവ് വെച്ചാൽ മതി. മലയാളത്തിൽ അർത്ഥെടുക്കുമ്പോൾ അതിന് ഭംഗിയുള്ളതെന്ന് എടുക്കണം എന്ന് മാത്രം. അപ്പോ താമര ഭംഗിയുള്ളതാണ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. താമര ആണ് ഭംഗിയുള്ള. ലോട്ടസ് ഈസ് ബ്യൂട്ടിഫുൾ അങ്ങനെ പറഞ്ഞാൽ മതി. അത് കളഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. അതുപോലെ താമര ചുവന്നത് ആണ് അല്ലെങ്കിൽ ആകുന്നു. എങ്ങനെ വയ്ക്കുക, ലോട്ടസ് ഈസ് ചുവന്നത് എന്ന് വേണ്ട, ചുവന്നാന്ന് എഴുതിയാൽ മതി. അതിന്റെ ഇംഗ്ലീഷ് എഴുതിയാൽ മതി. അപ്പൊ എങ്ങനെ വരിക, താമര ആകുന്നു ചുവന്ന. അപ്പൊ ലോട്ടസ് ഈസ് റെഡ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്തോ അതെന്താ അങ്ങനെ മതിയെന്ന് തോന്നാം. അതിനൊരു ചെറിയ വിശദീകരണം ഞാൻ തരാം. ഓക്കെ, ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു പറയും ഉത്തരം? ഈ വാചകങ്ങളെല്ലാം ശരിയാണോ? നിങ്ങളൊന്ന് അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തിയേ. ആദ്യ വാചകം ശരിയാണോ? നിങ്ങൾ പറയാല്ല എന്ന് അല്ലേ. അവൻ ഭംഗിയുള്ള വൻ ആണ് ചേർക്കണം എന്ന് പറയും അല്ലേ. രണ്ടാമത്തെ അവൾ ഭംഗിയുള്ള ആകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തിരുത്തുക? അതിൽ തെറ്റ്. ഭംഗിയുള്ള വൾ നാക്കും. അത് ഭംഗിയുള്ള ആകുന്നു പറയും. അത് ഭംഗിയുള്ള എന്ന് ചേർക്കും.
രാജു ഭംഗിയുള്ള ആകുന്നു പറയൂ. ഇല്ല. രാജു ഭംഗിയുള്ള വൻ ആകുന്നു. സീത ഭംഗിയുള്ള ആകുന്നു എന്ന് പറയൂ. സീത ബുദ്ധിയുള്ള വൾ ആകുന്നു. അവൾ ആകുന്നു എന്ന് പറയും അല്ലേ? ഇതാണ് മലയാളത്തിന്റെ ഒരു രീതി. അതായത് ഒരു ആളുടെ സവിശേഷത വർണ്ണിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, അതിന്റെ അഡ്ജക്റ്റീവ് ഫോമിന്റെ കൂടെ ആ അഡ്ജക്റ്റീവിനെ നൗണാക്കും. എന്ത് ചേർത്തിട്ട്? പുരുഷനാണെങ്കിൽ അവൻ ചേർക്കും. ഉദാഹരണത്തിൽ ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ അതായത് എന്താണെന്ന് വെച്ചാൽ ഇത് ഭംഗിയുള്ള പ്ലസ് അവൻ എന്നാണ്. ഭംഗിയുള്ള കൂടെ അവൻ ചേർക്കുമ്പോൾ ഭംഗിയുള്ളവൻ എന്നാകും. അതുപോലെ ഭംഗിയുള്ള കൂടെ അവൾ ചേർക്കുമ്പോൾ ഭംഗിയുള്ളതാവും. അതിന്റെ ചുരുക്കരൂപമാണ് ആ പോയിട്ട് വരുന്നത്. അത് ഭംഗിയുള്ളത് എന്നുള്ളത് ആ ഭംഗിയുള്ള പ്ലസ് അത് സാധനമാകുമ്പോൾ അത് ചേർക്കും. അതായത് അവൻ വീണ്ടും വരുന്നത് അവൻ ഭംഗിയുള്ള അവനാകുന്നു എന്നാണ് പറയുന്നത്. അവൻ ഭംഗിയുള്ള അവൻ, റിപ്പീറ്റേഷൻ കണ്ട, അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അവൾ ഭംഗിയുള്ള അവൾ ആകുന്നു. അത് ഭംഗിയുള്ള അത് ആകുന്നു. അതാണ് അങ്ങനെ വരുന്നത്. ഈ റിപ്പീറ്റേഷൻ ഇംഗ്ലീഷിൽ ഇല്ല. ഇംഗ്ലീഷിൽ അവൻ ആകുന്നു ഭംഗിയുള്ള എന്നതിന്റെ ട്രാൻസ്ലേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അവൻ ഭംഗിയുള്ളവൻ എന്നെഴുതിന്റെ ട്രാൻസ്ലേഷനായി. അതുപോലെ അവൾ ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഷീ എന്ന് വേണ്ട, ഷീ ഈസ് ബ്യൂട്ടിഫുൾ എഴുതിയാൽ മതി. മനസ്സിലായ? അത് ഭംഗിയുള്ളതാകുന്നു. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇറ്റ് വേണ്ട, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് എഴുതിയാൽ മതി. രാജു ബുദ്ധിയുള്ളവനാകുന്നു. രാജു ഈസ് വൈസ്. ഹീ എന്ന് വേണ്ട, രാജു ഈസ് വൈസ് എന്ന് മതി. അപ്പൊ നമ്മൾ അത് കൂട്ടിയെടുക്കണം. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അർത്ഥം എടുക്കുമ്പോൾ എന്നും മതി. സീത ബുദ്ധിയുള്ള അവൾ ആകുന്നു. എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് നിങ്ങൾ പറഞ്ഞേ? സീത ഈസ് വൈസ്. ഷീ എന്ന് വേണ്ട, സീത ഈസ് വൈസ്. ഓക്കെ, അതാണ് അതിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് വാചകം എന്താ ട്രാൻസ്ലേഷൻ എങ്ങനെയായിരിക്കും? ഷീ ഈസ്, ഇവിടെ ഹീ ആകുന്നു. ഈസ് എന്താ വരിക? ബ്യൂട്ടിഫുൾ എന്ന് എഴുതിയാൽ മതി. അതുപോലെ ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. രാജു ഈസ് വൈസ്. സീത ഈസ് വൈസ്. അങ്ങനെ മതി. അപ്പൊ ഈ ടൈപ്പുള്ള വാചകങ്ങളുടെ ഘടനയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഫസ്റ്റില് സബ്ജക്റ്റ് തന്നെ മലയാളത്തിൽ പോലെ സബ്ജക്റ്റ് എഴുതുക, പിന്നെ ബി ക്രിയ എഴുതുക, പിന്നെ അഡ്ജക്റ്റീവ് എഴുതുക. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഫ്രേസും ആവാം. അഡ്ജക്റ്റീവ് ഫ്രേസും ആവാം. അത് സാധാരണ അഡ്ജക്റ്റീവ് ആവാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതാകാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ആവാം. അതൊക്കെ ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ച് തരാം. ഓക്കെ, ഇതിന്റെ ഐഡിയ കിട്ടില്ലേ? അപ്പൊ എന്താണ് ഈ ടൈപ്പ് വാചകത്തിന്റെ സബ്ജക്റ്റ് NP, പിന്നെ ബി വെർബ്, പിന്നെന്താ വരിക? അഡ്ജക്റ്റീവ്, ബാർ ഫ്രേസ്. അഡ്ജക്റ്റീവ് ഫ്രേസ് ആവാം, അഡ്ജക്റ്റീവ് ആവാം. ഇതാണ് അതിന്റെ ഘടന. ഇതാണ് രണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഒരു ഉപവിഭാഗമായി കണക്കാക്കിക്കോ. സബ്ജക്റ്റ്, വെർബ്, അതായത് നൗണ് ബി പ്ലസ് നൗൺ പഠിച്ചു. പിന്നെ ഇപ്പൊ ഒരെണ്ണം പഠിച്ചു, സബ്ജക്റ്റ് ബി അഡ്ജക്റ്റീവ്. നോക്ക, തോമസ് ഒഴുക്കുള്ളവനാകുന്നു. അപ്പൊ അതിൽ തോമസ് എന്നതിനെ കുറിച്ച് പറയുന്നത് ആകുന്നു എന്നുള്ളതിന്റെ വിശദീകരണ ക്രിയയാണ്. ഒഴുക്കുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലുവന്റ്, ഒഴുക്കുള്ള എന്നർത്ഥം. അത് ഈ അവൻ എന്നുള്ളതിന് ട്രാൻസ്ലേഷൻ വേണ്ട ഇംഗ്ലീഷിലാക്കുമ്പോ. തോമസ് ആകുന്നു ഒഴുക്കുള്ള എന്ന് മതി. അപ്പൊ ഇങ്ങനെ വരിക, തോമസ് ഈസ് ഫ്ലുവന്റ്. തോമസ് ഈസ് ഫ്ലുവന്റ് എന്ന് മതി. ഇതിന് ഫ്ലുവന്റ്.
എന്ന് മതി, ഒഴുക്കുള്ള എന്നുള്ളതിന്. തോമസ് ഈസ് ഫ്ലുവൻറ്റ്. മനസ്സിലായ? ആ വൻ ഉള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ വേണ്ട, തോമസ് ഈസ് ഫ്ലുവൻറ്റ് എന്ന് വെച്ചാൽ അത് മലയാളിയിൽ ചേർത്തെടുക്കുമ്പോൾ നമ്മൾ തോമസ് ഒഴുക്കുള്ള വൻ ചേർത്തെടുക്കണം, ചേർത്താൽ മതി. തോമസ് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകുന്നു, തോമസ് ഇംഗ്ലീഷിൽ ഒഴുക്കുള്ളവനാകുന്നു. അപ്പം എങ്ങനെ വരും നമുക്ക്? തോമസ് ആകുന്നു, ഇംഗ്ലീഷിൽ ഒഴുക്കുള്ളതിന് ഫ്ലുവൻ്റ്, അതിന് വിശേഷമുണ്ട് ഇംഗ്ലീഷിൽ. അപ്പം അതതിൻ്റെ ബാക്കിൽ വരും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്. തോമസ് ഈസ് ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ കണ്ട ഈ ഫ്ലുവൻറ്റിൻ്റെ വിശേഷണം വെച്ചിട്ടുള്ളത്. അങ്ങനെ അഡ്ജക്റ്റീവ് ഫ്രേസും ആകാം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആവും, അഡ്ജക്റ്റീവ് ഫ്രേസ് ആവാം. കേരളം ജൈവവൈദ്യുതിയിൽ സമ്പന്നമായതാണ്, കേരളം ജൈവവൈദ്യുതിയിൽ സമ്പന്നമായതാണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ എടുക്കാം. അപ്പൊ കേരളം ഈസ് സമ്പന്നമായത് എന്ന് പറയുമ്പോൾ സമ്പന്നമായ അത് വേണ്ട ഇംഗ്ലീഷിൽ. ഇത് ജൈവവൈദ്യുതി സമ്പന്ന റിച്ച്. ജൈവവൈവിധ്യത്തിൽ എന്തെങ്കിലും ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തിൽ ഇൻ ബയോഡൈവേഴ്സിറ്റി, അത് ഇതിന്റെ സമ്പന്നമായതിന്റെ വിശേഷണമാണ്, റിച്ചിന്റെ വിശേഷണമാണത്. അതുകൊണ്ട് നമ്മൾ ഇത് എഴുതും റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി എന്ന് എഴുതും. കേരളം ഈസ് റിച്ച്, ഈസ് കഴിഞ്ഞാൽ വിശദീകരണം റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ 2 ടൈപ്പ് പഠിച്ചു. ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട് അതിൽ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആകാം. പിന്നെ ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളും ചെയ്ത് പഠിക്കണം, എന്നിട്ടല്ല നമുക്ക് തറയുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ്സും കൂടി വേണ്ടി വരും. കഴിഞ്ഞ ക്ലാസ്സിലെ അഭ്യാസങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഇപ്പം തന്നെ വീഡിയോ വളരെ നീണ്ടുപോയി. അതുകൊണ്ട് നമ്മൾ കുറച്ചേ കൊടുക്കണുള്ളൂ, ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ ആകാം. പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാനുള്ളത് ഇതാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിലെ കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ പുസ്തകം പുനർപ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും കോപ്പി വേണമെങ്കിൽ ഞാനൊരു അഡ്രസ്സ് ഫോൺ നമ്പറും തരാം, അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അതിലൊരു വാട്സപ്പ് സന്ദേശം വിട്ടാൽ മതി. അപ്പോൾ അതും കൂടി ഇതിലൊക്കെ ഓർമ്മിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഇനി നമുക്ക് ഈ വിഭാഗത്തിലെ കൂടുതൽ സെൻറ്റൻസ് അടുത്ത ക്ലാസ്സിലാവാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.